അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹൃദയരെ, a thing of a beauty is a joy forever. Its loveliness increases, it will never pass into nothingness. സൗന്ദര്യം ഒരു ശാശ്വതാനന്ദം, അതിൻ്റെ മനോഹാരിത സ്ഥിരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, അതൊരിക്കലും നശിച്ചു പോകുന്നില്ല. സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചപ്പാടിനെ ആംഗലേയ കവിയായ ജോൺ വീക്സിൻ്റെ വരികൾ നൽകുന്നു. പരിസ്ഥിതി സംരക്ഷണം, സാമ്പത്തിക നീതി, സാമൂഹിക പുരോഗതി തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ചുറ്റിപ്പറ്റി കിടക്കുന്ന സുസ്ഥിര വികസനം. നമ്മുടെ നാട്ടിലെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മഴയിൽ ഒലിച്ചു പോയ ചെന്നൈ നഗരമാണ് നമുക്ക് ഓർമ്മ വരിക. ശക്തമായ മഴയൊലിപ്പുകളിൽ തകർന്നടിഞ്ഞു പോകുന്ന കേരളത്തിലെ പാലങ്ങളെയാണ് ഓർമ്മ വരിക. എങ്ങനെയാണ് ഒരു മഴയിൽ ഒലിച്ചു പോകത്തക്ക വണ്ണം ചെന്നൈ നഗരം മാറിയത്? അതിനെ സൃഷ്ടിക്കപ്പെട്ടത് 40 ചില്ലാനം വരുന്ന അടയാർ നദികളെയും ബക്കിംഗ്ഹാം കനാലുകളെയും മണ്ണിട്ട് മൂടിയാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ഒരു കാലത്തെ ഭരണാധികാരികൾ സൃഷ്ടിച്ചെടുത്ത വികസനം പിന്നീട് ഒരു കാലത്ത് കണ്ണീരിൻ്റെ കാരണമായി എന്നത് നാം മനസ്സിലാക്കണം. ഈ ഒരു സാഹചര്യത്തിലാണ് സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നാം അവതരിപ്പിക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ച് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ്. ആദ്യ പിതാവ് ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടക്കുമ്പോൾ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, മനുഷ്യനെ ഭൂമിയിലെ എൻ്റെ പ്രതിനിധികളായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന് ഭൂമിയിൽ അവകാശമുള്ള മുഴുവൻ സ്ഥലങ്ങളിലെയും സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമല്ലേ? കുലു വ അഷ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹുവിൻ്റെ വിഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ആവശ്യത്തിന് വേണ്ടത് ഉപയോഗിക്കുക. അമിത നയം കാണിക്കുന്നവരെയാണെങ്കിലോ അവൻ ഇഷ്ടപ്പെടുന്നുമില്ല. നിങ്ങളുടെ വീട് ഒരു നദിക്കരികിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വുളൂ ചെയ്യുന്നത് ഒരു തടാകത്തിൽ നിന്നാണെങ്കിൽ പോലും അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കരുതെന്ന് ഇസ്ലാം ഊന്നി പറയുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത ഐദിയന്നാസ്. മനുഷ്യ ചെയ്തികൾ തന്നെയാണ് കരയിലെയും കടലിലെയും മുഴുവൻ സർവ്വ ദുരന്തങ്ങളുടെയും നിദാനം. ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഖുതുബയിൽ ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. ഇറാഖിൻ്റെ ഒരു തെരുവിൽ ഒരു ആട് റോഡിൻ്റെ ശോഭരിതാവസ്ഥ കാരണമായി റോഡിനരികിൽ ഇടറി വീണ് ചത്തുപോയാൽ അതിൻ്റെ സമാധാനം ഞാൻ നാളെ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറയേണ്ടി വരും. ഇതൊക്കെ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും അതിൻ്റെ സൗന്ദര്യത്തോടെയും അതിൻ്റെ മനോഹാരിതയോടെയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി സാമ്പത്തിക രംഗത്തിലെ ഇസ്ലാമിൻ്റെ നീതിയിലേക്കും അതിൻ്റെ തുല്യതയിലേക്കും പ്രവേശിക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മാനവികമാണ്. വഫി അംവാലിം ഹഖ്ഖുസ്സാഇലി വൽ മഹ്റൂം. ഓരോരുത്തർ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിലും പാവപ്പെട്ടവർക്ക് അവകാശമുണ്ടെന്ന് ഇസ്ലാം പറയുന്നു. ഈ ഒരു നിയമം ഇസ്ലാം പുറത്തു കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രതിഫലം എന്ന ചരിത്രമായി നാം കണക്കാക്കപ്പെടുത്തുന്നത് ഉമവിയ്യ കാലഘട്ടത്തിലെ 5ാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജ്യാന്തര ജനങ്ങളിൽ ഒരാൾ പോലും സക്കാത്ത് വാങ്ങാൻ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശയെ നിരുത്സാഹപ്പെടുത്തുന്നതിലൂടെ, പാവങ്ങൾക്കുള്ള അവകാശത്തെ നിജപ്പെടുത്തുന്നതിലൂടെ സാമ്പത്തിക സുരക്ഷിതത്വം ഇസ്ലാം ഉറപ്പുവരുത്തുന്നു. ഇന്ന് വികസിത രാജ്യങ്ങളിൽ പോലും സ്ഥാപിക്കപ്പെടുന്ന ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം പുതിയ ബദലുകൾ സൃഷ്ടിക്കുന്നു. സാമൂഹിക നന്മയും ആഗോള സഹകരണവും ഇസ്ലാം ഉറപ്പുവരുത്തുന്നു. ജാതിയും മതവും കുലവുമെല്ലാം മനുഷ്യനെ തിരിച്ചറിയാനുള്ളത് മാത്രമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരു ടാറിട്ട റോഡ് കൊണ്ടോ അല്ലെങ്കിൽ മനോഹരമായ പാലങ്ങൾ കൊണ്ടോ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല വികസനം എന്നത്. മറിച്ച് ഒരു നാട്ടിലെ അവസാന വ്യക്തിയെയും ബാധിക്കുന്ന രീതിയിലായിരിക്കണം വികസനത്തെ ആസൂത്രണം ചെയ്യേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മത്സരം തുടരുന്നു. നെക്സ്റ്റ് കോൾ ലെറ്റർ ഐ